ഒരു സമയത്ത് മാലിന്യം നിറഞ്ഞു കിടന്ന വഴികളിൽ പൂക്കൾ വിരിയിച്ചു തിരുവനന്തപുരത്തെ കരകുളം ഗ്രാമപഞ്ചായത്ത് 2.5 ഏക്കറിലെ പച്ചക്കറി പൂക്കൃഷിയുടെ വിളവെടുപ്പ് മന്ത്രി ജി.ആർ. അനിൽ ഉദ്ഘാടനം ചെയ്തു. മാലിന്യം കുന്നുകൂടി ദുർഗന്ധം വമിച്ചിരുന്ന കരകുളത്തെ പൈപ്പ് ലൈൻ റോഡുകളെ സുഗന്ധപൂർണമായ പൂന്തോട്ടമാക്കി മാറ്റിയതിന്റെ സന്തോഷത്തിലാണ് കരകുളത്തെ ജനങ്ങൾ. തിരുവനന്തപുരം തെങ്കാശി പാതയിലെ വഴയില് മുതൽ 8ാം കല്ല് വരെയുള്ള റോഡരികത്തുള്ള 2.5 ഏക്കറോളം സ്ഥലത്താണ് പൂവ് പച്ചക്കറി കൃഷികൾ ചെയ്തിരിക്കുന്നത്. തിരുവനന്തപുരം നഗരത്തിലേക്ക് വെള്ളം എത്തിക്കുന്ന വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ പോകുന്ന വഴിയാണ് കൃഷിഭൂമിയാക്കിയത്. കാട് പിടിച്ചു കിടന്ന സ്ഥലത്ത് മാലിന്യം തള്ളുന്നത് പതിവായതോടെ കരകുളം പഞ്ചായത്ത് മന്ത്രി ജി.ആർ. അനിലിനെ സമീപിക്കുകയായിരുന്നു. വാട്ടർ അതോറിറ്റിയിൽ നിന്നും അനുമതി ലഭിച്ചതോടെ പദ്ധതിക്ക് ജീവൻ വെച്ചു. നമുക്കായി ഒരു ഹരിതവീഥി എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പൂവും പച്ചക്കറിയും കൃഷി ചെയ്തത്. വിവിധതരം ജമന്തികൾ, വാടാമല്ലി, മുല്ല എന്നിവയാണ് ഇപ്പോൾ വിളവെടുപ്പിനായി തയ്യാറായി നിൽക്കുന്നത്. വിളവെടുപ്പ് വഴയില ജംഗ്ഷനിലെ പൈപ്പ് ലൈൻ പ്രദേശത്ത് മന്ത്രി ജി.ആർ. അനിൽ ഉദ്ഘാടനം ചെയ്തു. കൂടുതൽ കൂട്ടായ്മകൾ ഇത്തരം പദ്ധതികൾ ഏറ്റെടുത്ത് തരിശുരഹിത കേരളം നിർമ്മിക്കാൻ മുന്നോട്ട് വരണമെന്നും മന്ത്രി ജി.ആർ. അനിൽ പറഞ്ഞു. പഴവർഗ്ഗങ്ങളുടെ കാര്യത്തിൽ, പൂക്കൃഷിയുടെ കാര്യത്തിൽ നമുക്ക് വളരെ മുന്നേറാൻ കഴിയണം. ഓരോ വാർഡ് മെമ്പർമാരും റെസിഡൻസ് അസോസിയേഷനും പൊതു കൂട്ടായ്മകളെല്ലാം ആ നിലയിൽ ഇത്തരം പദ്ധതികൾ ഏറ്റെടുത്തുകൊണ്ട് തരിശ് രഹിത പ്രദേശമായി നമ്മുടെ ഓരോ പ്രദേശത്തെയും മാറ്റാൻ കഴിയും. പഞ്ചായത്ത് പ്രസിഡന്റ് യു ലേഖാറാണി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി അമ്പിളി, വി രാജീവ്, പി ഉഷകുമാരി, ടി ഗീത, അശ്വതി ശശിധരൻ തുടങ്ങിയവർ പങ്കെടുത്തു. സമീപ പ്രദേശങ്ങളിലെ റെസിഡൻസ് അസോസിയേഷൻ, കുടുംബശ്രീ, തൊഴിലുറപ്പ് പ്രവർത്തകർ, പഞ്ചായത്ത് ജീവനക്കാർ, കർഷകർ, തൊഴിലാളികൾ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് 2.5 ഏക്കറോളം വരുന്ന കൃഷിയുടെ പരിപാലനം. ഓണത്തിന് മുന്നോടിയായി പൂക്കളോടൊപ്പം ഇവിടെ വിളയിച്ച പച്ചക്കറികളും വിപണിയിലെത്തും. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.